വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 12 വരെ പഠിപ്പിക്കുന്ന 3 കാര്യങ്ങൾ. ഒന്നാമതായിട്ട്, നാം ദൈവത്തോട് ചോദിക്കുന്ന നന്മകൾ നമുക്ക് ചെയ്തു തരാൻ സാധിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ നിസ്സഹായാവസ്ഥകളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മുടെ ദൈവത്തിൻ്റെ സഹായം യാചിച്ചാൽ അത് ചെയ്തു തരാൻ ഒരു കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അതുപോലെ വചനം പഠിപ്പിക്കുകയാണ്, നാം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവാം ദൈവം എന്ന് സത്യമാണോ, ദൈവം ഉണ്ട് എന്നെല്ലാം. എന്നാൽ ഈ വചനം മനസ്സിലാക്കി തരുന്നു, നമ്മുടെ നിസ്സഹായാവസ്ഥകളിൽ വിളിച്ചപേക്ഷിച്ചാൽ നമ്മെ സഹായിക്കാനും അങ്ങനെ ദൈവത്തിൻ്റെ സഹായം, കരുണാശക്തി അനുഭവിച്ചറിയാൻ കഴിയുന്നതുമായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. രണ്ടാമതായിട്ട് വചനം മനസ്സിലാക്കി തരികയാണ്, നമ്മുടെ നിസ്സഹായാവസ്ഥകളിൽ നമ്മുടെ ആവശ്യങ്ങളിൽ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ സഹായം ലഭിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-9 അധ്യായങ്ങളിൽ ഈശോയുടെ സഹായം യാചിച്ച് അനുഗ്രഹം ലഭിക്കുന്ന കുഷ്ഠരോഗിയെയും ശതാധിപൻ്റെ വൃത്തിനെയും രക്തസ്രാവക്കാരിയ ഫന്നാധിപൻ്റെ മകളെയെല്ലാം വചനത്തിൽ കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ സഹായം ലഭിക്കാൻ നാം ദൈവത്തോട് അപേക്ഷിക്കണം, നിരന്തരം പ്രാർത്ഥിക്കണം. ചോദിക്കുന്നതിനാണ് ലഭിക്കുക, അന്വേഷിക്കുന്നതിനാണ് കണ്ടെത്താൻ കഴിയുക, മുട്ടുന്നതിനാണ് തുറന്നു കിട്ടുക എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് വചനം മനസ്സിലാക്കി തരുന്നത്, ചിലപ്പോൾ നാം ചിന്തിക്കാറുണ്ട് ദൈവത്തോട് എന്ത് ചോദിച്ചാൽ ദൈവം നമുക്ക് സാധിച്ചു തരുമെന്ന്. എന്നാൽ വചനം പഠിപ്പിക്കുകയാണ്, നമുക്ക് നന്മയായിട്ടുള്ള ആവശ്യങ്ങളായിരിക്കാം ദൈവം നമുക്ക് സാധിച്ചു തരിക. അതുപോലെ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കി തരുന്നുണ്ട്, ചിലപ്പോൾ ദൈവം നമുക്ക് ചില വേദനകളും സഹനങ്ങളും ഒക്കെ അനുഭവിച്ചേക്കാം. അത് മാറിപ്പോകാൻ പ്രാർത്ഥിച്ചാലും അത് ദൈവം സാധിച്ചു തരണമെന്നില്ല. കാരണം ദൈവത്തിന് അവിടെ നമ്മുടെയോ മറ്റുള്ളവരുടെയോ നന്മയ്ക്ക് ചില നല്ല പദ്ധതികൾ ഉണ്ടാവും. ദൈവം അങ്ങനെ ഒരു സഹനം അനുഭവിച്ചാൽ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം അതിനെ നമ്മുടെ നന്മയ്ക്കാക്കി മാറ്റും. ഈശോയ്ക്ക് കുരിശുമരണം അനുവദിക്കുന്ന ദൈവം 3-ാം ദിവസം ഉയർപ്പിക്കുകയും ജോബിനെ പരീക്ഷണം അനുവദിക്കുന്ന ദൈവം അവൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നതും, അതുപോലെ മോശ മെരബ ജലാശയത്തിന് സമീപത്ത് വെച്ച് ദൈവത്തോട് അവിശ്വസ്തമായി പെരുമാറുന്നതിനാൽ അതിൻ്റെ ഫലമായിട്ട് കാനാദേശത്ത് പ്രവേശിക്കാൻ സാധിക്കാതെ പോകുന്നതെല്ലാം വചനം നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇവിടെ വചനം മനസ്സിലാക്കി തരുന്നത്, നമ്മുടെ നിസ്സഹായാവസ്ഥകളിൽ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും നിരന്തരം അവിടുത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അവ നന്മയ്ക്കായിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമുക്കത് നടത്തിത്തരും. നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ സഹായം യാചിക്കാനും അതിന്മേൽ ദൈവത്തിൻ്റെ കാരുണ്യം ലഭിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. സുവിശേഷ പഠനവും സുവിശേഷ വേലയും ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ. ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.